ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേശ് ആണ്. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ട്രക്ക് ചെയ്യാൻ പോകണം കേട്ടോ. ഒരു 2 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്തിട്ട് അവസാനം നമ്മൾ ചെന്നെത്തുന്നത് ഒരു വലിയൊരു വെള്ളച്ചാട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയ കിഡിലൻ വെള്ളച്ചാട്ടമാണ്. സ്പോട്ട് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. വേറെ എവിടെയും അല്ല ഗായ്സ്, നമ്മുടെ ട്രിവാൻഡ്രത്തെ വാഴവന്തോളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ളത്. ഇടയ്ക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ആ സമയത്ത് ക്ലോസ്ഡ് ആയിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ തിരിച്ചു പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് അതിൻ്റെ സമയം ഒത്തു വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പോയിട്ട് അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. എന്തായാലും ഞാൻ കുളിക്കാനായിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് ഏട്ടൻ പറഞ്ഞു എന്തായാലും പോയിട്ട് കുളിക്കാനൊക്കെ പറ്റും എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഈ സൈഡിലെ കാഴ്ചകൾ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. അതായത് നമ്മൾ വന്ന് കയറുന്ന സമയത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കുളിക്കാം. ഭയങ്കര രസമാണ് ഇതിങ്ങനെ ഒഴുകി വരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. നമ്മൾ നേരത്തെ നിന്നത് അവിടെയാണ് കേട്ടോ. അവിടെ ഒരു പാലമുണ്ട്. ആ ഒരു പാലത്തിൻ്റെ അവിടെയാണ് നമ്മൾ നേരത്തെ നിന്നത് കേട്ടോ. അടിപൊളി. എന്തായാലും നമുക്ക് ഗൈഡ് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കേ. ആഹാ, ഇതുപോലെ കാട്ടിൽ കൂടെയാണ് നമ്മൾ വരുന്നത് കേട്ടോ. നമുക്ക് നേരെ ഓടിപ്പോയി നമ്മുടെ ഗൈഡ് ഏട്ടനെ പിടിക്കാം. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്, വന്യമൃഗങ്ങൾ ഉള്ളതിനാൽ വനത്തിലൂടെയുള്ള സഞ്ചാരത്തിൽ നിശബ്ദത പാലിക്കുക. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ 2 കിലോമീറ്റർ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഉല്ലാസിച്ച് ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. പുള്ളിയാണെങ്കിൽ ഒരു കുടയൊക്കെ പിടിച്ച് ഫ്രണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ചേട്ടൻ്റെ പേര്? അപ്പോൾ ചേട്ടനാണ് കേട്ടോ നമ്മളെ ഇന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചേട്ടൻ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. ഞാനിങ്ങനെ പയ്യെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ചേട്ടൻ അവിടെ ഇരുന്നിട്ടൊക്കെയാണ്. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഓക്കെ. ഇപ്പോൾ ഇവിടെ എത്ര സ്റ്റാഫുകളുണ്ട് ടോട്ടലി? 22 പേരല്ലേ? അപ്പൊ ഇന്ന് ആരും കണ്ട് ഇന്ന് വളരെ തിരക്കില്ല അല്ലേ? നാളെ കാണും അല്ലേ? അവധി ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് വരുന്നല്ലേ? ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച ആന വന്നു. ഓ, അത് ശരി. അല്ല, നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും. പക്ഷെ ഗൈഡ് കൂടെ വരുന്നത് ഉറപ്പായിട്ടും ഉണ്ട്. വേറെ ഏതൊക്കെ മൃഗങ്ങളുണ്ട്? പന്നിയൊക്കെ ഉണ്ടല്ലേ? പോത്ത്, പ്ലാവൊക്കെ ഉണ്ട്. കരടിയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും രാത്രിയൊക്കെ. ഇപ്പൊ രാത്രി ഇപ്പൊ ഇങ്ങോട്ട് ആരും വരത്തില്ലല്ലോ. രാത്രി വരത്തില്ല. പിന്നെ വരുന്ന സമയത്ത് നമുക്ക് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ID നമ്പർ കൊടുക്കണം, വണ്ടി നമ്പർ കൊടുക്കണം, സിഗ്നേച്ചർ ഇടണം. എന്നിട്ട് നമ്മളവിടെ ഫീസ് അടയ്ക്കണം. എന്നിട്ട് വണ്ടി എടുത്തിട്ട് നമുക്ക് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ വരണം കേട്ടോ. വന്നിട്ടാണ് നമ്മൾ മെയിൻ എൻട്രൻസിലോട്ട് കയറുന്നത് ഗൈസ്. അപ്പോൾ ഇതുവരെ എനിക്ക് ആ ഒരു തണുപ്പും അതൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ കാഷ്വലി ഇങ്ങനെ നടന്നു വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ കാടിനുള്ളിലോട്ട് വന്ന സമയത്ത് എനിക്ക് ആ ഒരു ഫീലൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മുള്ളുവേങ്ങ എന്ന് പറഞ്ഞിട്ടൊരു ട്രീ ആണ് കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല ഗൈസ്. കുറേ നേരമായിട്ട് ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരൊറ്റ കുരങ്ങന്മാരെ പോലും ഞാനിതുവരെ കണ്ടില്ല. ആരുമില്ലാന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ 1:30 വരെ സമയമുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ വരണം. വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടത്തില്ല, നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ചേട്ടാ, തിരിച്ചിറങ്ങുന്നതിന് എന്തെങ്കിലും ടൈം ഉണ്ടോ? 3:30 വരെയാണ് ടൈം അല്ലേ? അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ 3:30-ക്കുള്ളിൽ നമ്മൾ തിരിച്ചു വരണം അല്ലേ? അല്ലാതെ വേറെ ടൈം പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അപ്പോൾ നമുക്ക് 9:30-ക്ക് അവിടെ നിന്ന് തുറക്കുമല്ലോ അല്ലേ? 8:30 തുറക്കും. ഓക്കെ. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു ഫോറസ്റ്റ് ചേച്ചിയാണ് കേട്ടോ അവിടെ ഇരുന്നത്. പുള്ളിക്കാരിയാണ് എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഫോമും ഒക്കെ ഫില്ല് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നത്. അപ്പോൾ 8:30 ആകുമ്പോൾ തുറക്കുമെന്ന് പറഞ്ഞാൽ എന്നാലും നിങ്ങളൊരു 9 മണി 9:30 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. എന്താടാ? ഓ, ഇത് ആന വന്നതാണോ? ഓ, അപ്പോൾ ദേ ഗൈസ്, ഇവിടെ ആന വന്നതാണ് കേട്ടോ. ഇവിടെ ചവിട്ടി ഒരു പരിവൊക്കെ ആക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതാണല്ലേ ആന വരച്ചതാണല്ലേ? ഓ ഗൈസ്, അപ്പോൾ ഇതൊരു ആനത്താരയാണ് കേട്ടോ. അതായത് ആന വരുന്നൊരു വഴിയാണ്.
വലിയ വലിയ പാറകൾ കാണാം കേട്ടോ. വലിയ വലിയ ഒരുപാട് പാറകൾ. അവിടെ ഒരു പാറ, ഇവിടെ ഒരു പാറ, അങ്ങനെ വലിയ വലിയ പാറകൾ കാണാൻ പറ്റും. വീണ്ടും കുറേ പാറക്കെട്ടുകൾ. പാറക്കെട്ടിലൂടെ നമ്മൾ മുകളിലോട്ട് നടന്ന് പോകണം. കഴിച്ചപ്പോൾ ഇത് എന്തോ ഒരു ടൈപ്പ് ഓഫ് മഷ്റൂമാണ് കേട്ടോ. ഈ ഒരു സാധനം നമ്മൾ ചോല ട്രക്കിന് എപ്പോഴും കണ്ടായിരുന്നു കേട്ടോ. കഴിച്ചപ്പോൾ എനിക്ക് ഇവിടെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സമയം ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് 3 മണി വരെ സമയമുണ്ട്. നമുക്ക് പോയിട്ട് 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരണമെന്ന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അപ്പോൾ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് പതിയെ നടന്ന് പോയി കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ് ചെയ്ത് വെള്ളച്ചാട്ടത്തിലേക്ക് കുളിച്ച് വരുമ്പോഴത്തേക്കും സമയമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കഴിച്ചപ്പോൾ ഒരു കിഡിലം വ്യൂവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ വഴി ഇറങ്ങി ആണ് ഇവിടെ എത്തിയത്. ഇതേ മുകളിലൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ഒരു കുഞ്ഞൊരു വെള്ളച്ചാട്ടം. മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട്. കഴിച്ചപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ നടന്നു വന്നിട്ട് ഇരിക്കാൻ പറ്റിയൊരു കിഡിലൊരു സ്പോട്ട് കിട്ടി കേട്ടോ. ഞാനപ്പോൾ എന്തായാലും ഞാനിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ എൻ്റെ ബാക്കിൽ കംപ്ലീറ്റ് വെള്ളച്ചാട്ടമാണ്. എന്തോ ഒരു ടൈപ്പ് ഓഫ് ബേർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പറന്നുപോയി. അപ്പോൾ വെള്ളം പിന്നെ പറയണ്ടല്ലോ, നല്ല തണുപ്പാണ് ഗൈസ്. ഈ ഒരു വെള്ളത്തിൽ കുളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് പറഞ്ഞാൽ നല്ല കപ്പയും മീൻകറിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇവിടെ നിന്ന് കഴിക്കാനൊക്കെ കിട്ടില്ലായിരിക്കും. വിശക്കുന്നല്ലോ. അയ്യോ, ഇവിടെയൊന്നും പിന്നെ ഒരു കടയും കാര്യങ്ങളും ഒന്നും ഇല്ല കയ്യിൽ. നമുക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇലയിലൊക്കെ പൊറിഞ്ഞ് ഭക്ഷണമൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ അവർ കയറ്റി വിടുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അത് ചോദിച്ചാലേ അറിയാവുള്ളൂ. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. എൻ്റെ പുറകിലൊക്കെ നോക്കി. നേരത്തെ ഒരു അടിപൊളി ബേർഡ് പറഞ്ഞു കേട്ടോ. എന്താണെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ നമുക്കൊരു മല കയറാനുണ്ട്. ഇതേ ഈ ഒരു മല കയറി മുകളിലോട്ട് പോകണം. ഫുള്ള് പാറയാണ്. ഈ പാറയുടെ ഇടയിൽ കൂടെ വേണം നമുക്ക് പോകാൻ കേട്ടോ. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പയ്യെ വേണം കയറാനായിട്ട്. ഗൈസ് അപ്പോൾ താഴോട്ട് നോക്കിക്കേ. കേട്ടോ, വീണ് കഴിഞ്ഞാൽ തീർന്നു. അയ്യോ, ഞാൻ ദുരന്തം പറയുന്നില്ല ഗൈസ്. അപ്പോൾ ഇവിടെ ചെറിയൊരു കമ്പിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത്ര വലിയ ഡേഞ്ചർ ഒന്നുമല്ല. പക്ഷെ നോക്കി കയറുമ്പോൾ പാറയില്ലേ, കല്ലെടുക്കാണ്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം, അല്ലെങ്കിൽ കാലൊക്കെ മടങ്ങാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു അഡ്വഞ്ചർ ഫീൽ കിട്ടത്തില്ല. ഇപ്പൊ അടിപൊളിയായിട്ടോ. ഇപ്പൊ ഞാൻ ശരിക്കും ഓണായി ഗൈസ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ പാറയും കുന്നൊക്കെ കയറി നമ്മൾ ലാസ്റ്റ് തളർന്ന് ചെല്ലുന്ന സമയത്ത് ഒരു വെള്ളച്ചാട്ടം. നല്ല തണുത്ത വെള്ളത്തിലൊരു പൊളി. ഫുഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ ഗൈസ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ കുരങ്ങന്മാരുടെ കാര്യം. അപ്പോൾ ഞാനിപ്പോൾ ചേട്ടൻ ചോദിച്ചു, കുരങ്ങന്മാരുണ്ട്. നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മണം പിടിച്ച് വരും കേട്ടോ. അല്ലാതെ കാണാത്തതാണ്. താഴെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു 5-6 മാസമായിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആൻഡ് ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. കാരണം ഇവിടെ ഇതേ കണ്ടോ, വെള്ളം കണ്ടോ, വെള്ളം അത്യാവശ്യം കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് വെള്ളം ഇറങ്ങും. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്താ കയറ്റി വിടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് വെള്ളമായിരിക്കും. അപ്പോൾ പിന്നെ മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ക്ലോസ് ചെയ്ത് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം കേട്ടോ. വെള്ളം നല്ല പച്ച കളർ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ആ ഒരു ഗുഹ ഉണ്ടില്ല, ആ ഗുഹയുടെ അകത്തൂടെ ആണ് നമുക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം ലീച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ വരികയായിരുന്നു ഗൈസ്. ലീച്ചുണ്ട്. എനിക്ക് തോന്നുന്നു മഴ സമയം ആയതുകൊണ്ടായിരിക്കും കടിച്ചിട്ടുണ്ട്. 2 എണ്ണം ഞാൻ ഇപ്പോൾ എടുത്ത് കളഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ലീച്ചുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു മുൻകരുതൽ എന്നോണം എന്തെങ്കിലും ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. എൻ്റെ ലീച്ച് കടി എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടേക്ക് എനിക്കിപ്പോഴും പാടുണ്ട്. ഇത് കടിച്ചിട്ട് പാട് പോകത്തില്ല ഗൈസ്. അപ്പോൾ കുറേ നാൾ അതിങ്ങനെ നിൽക്കും. ഞാൻ ചെറിയ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ചെറിയൊരു അലർജി ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഞാൻ വലിയ കാര്യത്തിൽ
കുഴപ്പമൊന്നുമില്ല എന്ന് വരായിരുന്നു. അപ്പോഴാണ് കാലിൽ ബ്ലഡ് കണ്ടത്. അപ്പോൾ മനസ്സിലായി ഗൈസ്, ലീച്ചുണ്ട്. ഗൈസ് കണ്ടോ, നല്ല കടിയുറുമ്പാണ്. നടന്നു വരുമ്പോൾ സൂക്ഷിക്കണം, ഇത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വരണം. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. കോട്ടൺ ട്രീ ഉണ്ടോ, കോട്ടൺ ട്രീ, റെഡ് സിൽക്ക് കോട്ടൺ ട്രീ, മുള്ളിലവ്. ഇപ്പോൾ ചെറിയൊരു അരുവിയുണ്ട് കേട്ടോ. അരുവിയുടെ അകത്തൂടെയാണ് നമ്മൾ പോകുന്നത്. എൻ്റെ മോളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാലൊക്കെ നനച്ച് പതിയെ മുകളിലോട്ട് കയറാം. തെന്നും കേട്ടോ. ചേട്ടാ, ഈ കണ്ണാടിയപ്പം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കണ്ണാടിയപ്പം എന്ന് പറഞ്ഞാ? ഓ, മനസ്സിലായില്ല. ആ, ഓ അതെ. അപ്പൊ ഈ മരത്തിന്റെ പേരല്ല? അല്ല, മരത്തിന്റെ അല്ലല്ലേ? ഞാൻ ഈ മരം കണ്ടപ്പോ ഞാൻ മരത്തിന്റെ. ഓ, അപ്പൊ ഇതിനെയാണ് കണ്ണാടിയപ്പം എന്ന് പറയുന്നത്. ഓ ഗൈസ്, അപ്പോ മരത്തിനെ അല്ല കണ്ണാടിയപ്പം എന്ന് പറയുന്നത്. ഇത് ഈ ഇങ്ങനത്തെ കുഞ്ഞ് കേവുകളുണ്ട്. അതായത് മീൻ പിടിക്കാൻ വരുന്നവർക്ക് ഇങ്ങനത്തെ കേവിലൊക്കെയാണ് അവർ കിടന്നുറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെയാണ് കണ്ണാടിയപ്പം എന്ന് പറയുന്നത്. ഓ, അപ്പോൾ അത് പുതിയൊരു അറിവാണ്. ഗൈസ്, നമ്മൾ എത്തിച്ചേർന്നു എന്നാണ് തോന്നുന്നത്. ദേ അവിടെ വലിയൊരു വെള്ളച്ചാട്ടം കാണാം. യെസ്, അതിൻ്റെ മുകളിൽ ആൾക്കാർ ഇന്ന് കുളിക്കുന്നുണ്ട്. നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വാഴവന്തോള്. നമുക്ക് എന്തായാലും മുകളിലോട്ട് പോവാം. ഗൈസ്, ഒരു വെറൈറ്റി അട്ടനെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കാട്ടിലുള്ളതാണ് കേട്ടോ. നല്ല വലിയ അട്ടതേ. അതിൻ്റെ പുറകിൽ നോക്കി ഒരു കൊമ്പുണ്ട്. അതുകൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ. ഞാൻ ഈ സാധനത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിച്ചപ്പോൾ അട്ടകടി ഏറ്റിട്ടുണ്ട്. ദേ കണ്ടോ, കാലിൽ ഇവിടെയൊക്കെ അട്ട കടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കയറ്റങ്ങളും ഇറക്കങ്ങളും മരകളും ഒക്കെ കയറിയിട്ട് വേണം കേട്ടോ ഇവിടേക്ക് എത്താനായിട്ട്. പിന്നെ നിങ്ങൾ വരുമ്പോഴത്തേക്കും വെള്ളവും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കുളിച്ച് സമാധാനത്തിൽ ഫുഡൊക്കെ കഴിച്ച് പോകാൻ കേട്ടോ. അതെൻ്റെ ഒരു സജഷനാണ്. ഞാനിപ്പോൾ ഫുഡൊന്നും എടുത്തിട്ടില്ല. എന്തായാലും കുളിക്കാൻ റെഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ രണ്ടുപേർ കുളിക്കുന്നുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു വിശാലമായിട്ടൊരു കുളി പാർക്കാണ്. എന്തായാലും ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ടിട്ട് പതിയെ ഈ സൈഡിൽ കൂടെ അങ്ങ് ഇറക്കാം. ഇപ്പം ഞാൻ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ അത്യാവശ്യം ആഴം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുകളിലേക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല, കാരണം അവിടെ വഴുക്കലായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങാം. അവിടെ നല്ല തണുപ്പുണ്ട്. ഇത്രയും താഴമുണ്ട്.
നല്ല വിശപ്പുണ്ട്. നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വിശയൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി അങ്ങോട്ട് 2.5-3 കിലോമീറ്റർ നടന്നാലേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് എല്ലാവരുമായിട്ട് അന്ന് അടിച്ചു പൊളിക്കാം ഒരു 1 ഡേ. പിന്നെ മഴ സമയം നോക്കി വരരുത് ഗൈസ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മഴയില്ലാത്തപ്പോൾ വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഗൈസ്. അപ്പോൾ കുളിച്ച് ഞാൻ ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫീമെയിൽസിനായിക്കോട്ടെ അല്ലെങ്കിൽ മെയിൽസിനായിക്കോട്ടെ 2 പേർക്കും തുണി മാറാനുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് പോകുന്നോളി. എന്നിട്ട് ഇവിടുന്ന് ധൈര്യമായിട്ട് കുളിക്കാം. നമുക്ക് കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് ഇനി ഭക്ഷണമോടെ കൊണ്ടുവന്ന് നമുക്ക് ഇവിടുന്ന് ഭക്ഷണമോടെ കഴിച്ചിട്ട് അടിപൊളിയായിട്ട് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും 1 ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് വാഴവന്തോൾ. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും വരിക ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.